ഈ നാറിയെ ചുമക്കാൻ നിൽക്കുന്ന സതീശനും സുധാകരനും ഈ വീഡിയോ കാണുക. ആശ്രയമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വയ്യാവേലി അൻവറിനെ എടുത്ത് കീഴ്ക്കമാൻഡിനുള്ളിൽ വെക്കുവാൻ വെമ്പി നിൽക്കുന്ന വി ഡി സതീശനും സുധാകരനും തമ്മിലടിയില്ലാതെ ഇരിക്കുന്ന സമയം ഈ വീഡിയോ ഒന്ന് സശ്രദ്ധം കാണുക. മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ രാജേന്ദ്രന്റെ വാക്കുകളാണിത്. അഭയാർത്ഥി അൻവറിന് തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്നും ആ പേരിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ വലിഞ്ഞു കയറുവാൻ ശ്രമിക്കുകയാണ് അൻവർ എന്നും വെളിപ്പെടുത്തുകയാണ് ശ്രീ രാജേന്ദ്രൻ. ഹലോ സുനിൽ സാറേ, നമസ്കാരം. രാജേന്ദ്രൻ, ഞാൻ ഇപ്പോൾ വിളിച്ചത് സാറേ, ഞാനേ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളും രാജിവെച്ചിട്ട് ഏകദേശം 2 കൊല്ലമായി. ഇപ്പോൾ ഞാൻ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുത്തു. മറ്റേ കള്ളൻ അൻവറിന്റെ കൂടെ അല്ലല്ലല്ല, അതാണ് പറയാൻ വരുന്നത്. അതായത് ഇതിന്റെ ഔദ്യോഗിക പക്ഷം എന്നുള്ളത് CG ഉണ്ണി സംസ്ഥാന പ്രസിഡന്റുള്ള പാർട്ടിയാണ്. അപ്പൊ സംസ്ഥാന കമ്മിറ്റി ഇന്നലെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അതിൽ സംസ്ഥാന പ്രസിഡന്റ് വീണ്ടും CG ഉണ്ണി, ഞാൻ ആദ്യമായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞത്, സെക്രട്ടറി ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയി. അങ്ങനെ 51 അംഗ പുതിയ കമ്മിറ്റിയിൽ നമ്മൾ ദേശീയ തലത്തിലേക്ക് മമതാ ബാനർജി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഞങ്ങളോട് അടുത്ത മാസമാണ് അതിന് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ കള്ളന്റെ റോൾ എന്താ? ഈ കള്ളന്റെ ഒരു റോളും ഇല്ല. സുനിൽ സാറിന് അറിയോ, ഈ തൃണമൂൽ കോൺഗ്രസിനെ അതായത് 200 പഞ്ചായത്തുകളും പിന്നെ കുറച്ച് മണിയും ഓഫർ ചെയ്തു. ആർക്ക്? മമതാ ബാനർജിയുടെ കൂടെ നിൽക്കുന്ന മറ്റൊരാൾക്ക് 200 പഞ്ചായത്ത് പിടിച്ചു കൊടുക്കാമെന്നുള്ളതാണ് ഗ്യാരണ്ടി. മമതാ ബാനർജി അറിഞ്ഞിട്ട് പോലും ഇല്ല, ഇവരെ കണ്ടിട്ട് പോലും ഇതുവരെ. അപ്പോ 200 പഞ്ചായത്ത് ഞാൻ പിടിച്ചു കൊടുക്കാം ഈ തെരഞ്ഞെടുപ്പില്. 5 നിയമസഭയും തിരിച്ചുതരാം. നിയമസഭയുടെ കാര്യം അടക്കം പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനെ ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റും മറ്റു നിയമസഭ സീറ്റൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് തമ്മിലുള്ള ഒരു ചർച്ച നടത്തിയത്. അപ്പൊ 200 പഞ്ചായത്ത് പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും തൃണമൂൽ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയുടെ ആൾക്കാർക്ക് തോന്നുമല്ലോ. അങ്ങനെ 200 ഈ രാഷ്ട്രത്തിൽ നിൽക്കുന്ന ഇവന്മാർ ഇത്ര മണ്ടന്മാരാണ്. ഇവന്റെ പോക്കറ്റിലാണോ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത്? ഇവൻ പറയപ്പെടുത്താൻ കൊടുക്കാൻ ഈ വാളി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ വീട്ടുകാർ, ഇവന്റെ പൊണ്ടാട്ടി പോലും വോട്ട് ചെയ്യുവോ? ചെയ്യില്ലല്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനം അൻവറിനില്ല. ഒന്ന്. അപ്പൊ ചോദിക്കും കോർഡിനേറ്റർ തന്നെ. തൃണമൂൽ കോൺഗ്രസിന്റെ ബൈലോയില് കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പദവി ഇല്ല. ഇവൻ 200 പഞ്ചായത്തൊക്കെ പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അതിമോഹത്തിന്റെ പേരിൽ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുത്തു. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ തന്നെയാണ് എഴുതി കൊടുത്തു, സംസ്ഥാന കോർഡിനേറ്റർ ആയിട്ട്. അതിനുശേഷം 200 പഞ്ചായത്ത് പിടിച്ചെടുത്താൽ മാത്രമേ ഈ അൻവറിനെ ഇതിലേക്കുള്ള വാതിൽ തുറക്കുള്ളൂ. ഏതിലേക്ക്? ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക്. അതുവരെ പടിക്ക് പുറത്താണ്. ഇപ്പൊ ഈ ഇത് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുനിൽ സാറേ, ഇവന്റെ ലക്ഷ്യം 200 പഞ്ചായത്തിൽ പിടിച്ചു കൊടുക്കുന്ന മറ്റൊന്നുമല്ല. കുറെ ആളെ തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ നിന്നുകൊണ്ട് ഇവന് കുറച്ച് നിന്നുകൊണ്ട് എങ്ങനെങ്കിലും കോൺഗ്രസിൽ അഭയാർത്ഥിയായി കയറി പറ്റണം. അത് മാത്രമല്ലേ ഈ പേര് വെച്ച്. അതന്നെ. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മള് അൻവറിന് എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭയിൽ മത്സരിക്കാൻ ഒരു സീറ്റ് വേണം. അവന് വേണ്ടി മാത്രം, മറ്റൊന്നുമില്ല. അണികൾക്കോ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ ഒന്നുമല്ല, അവന് ഒരു സീറ്റ് കിട്ടണം. അതിനു വേണ്ടിയുള്ള തന്ത്രപ്പാടുകൾ ഈ ഓട്ടം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവനൊരു സീറ്റും വേണം, ആ നാമത്തിൽ അവനൊരു മന്ത്രിസ്ഥാനവും വേണം. അതെ, UDF ജയിച്ച മന്ത്രിസ്ഥാനം ഉറപ്പാണല്ലോ. കാരണം എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുമല്ലോ, വാരിക്കോരി കൊടുക്കല്ലേ. അങ്ങനെ ഇഷ്ടം പോലെ മുസ്ലിം ലീഗിന് 5 എണ്ണം, അവർക്ക് 4 എണ്ണം, കോൺഗ്രസ് മാത്രം ഒപ്പുണ്ടാവൂല. അത് എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. എനിക്കിതിൽ അടിസ്ഥാനപരമായിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് സാർ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 29 സംസ്ഥാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഇത്രയ്ക്ക് ഗതികെട്ട് പോയോ കേരളത്തിൽ? എന്റെ ചോദ്യം അതാണ്. ഇവനെ പോലെ തൂരാണ് തോറിയ തൊമക്കൊന്നും മണക്കുന്ന പഴഞ്ചൊല്ലുണ്ട്, കേട്ടോ. അതുപോലെ ആയില്ലേ ഈ കോൺഗ്രസിന്റെ അവസ്ഥ? ഇത്രയ്ക്ക് നാണം കെട്ട ഒരു പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ആണോ നമ്മുടെ കോൺഗ്രസിന്റെ? കാരണം ഇത്രയ്ക്ക് ഗതി കെട്ടോ കോൺഗ്രസ്? ഇത്രയ്ക്ക് ഗതി ഇല്ലാതായോ കോൺഗ്രസിന്? ഈ അൻവറിന്റെ പിന്നാലെ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഒരു സാറിന്? അൻവർ പിന്തുണയ്ക്കുന്നത് ആരായാലും അവിടെ തോൽക്കും നിലമ്പൂര്. അത് BJPക്ക് അനുകൂലമായ സാധ്യത സൃഷ്ടിക്കാൻ കഴിയും. നമുക്ക് പരാതിയൊന്നുമില്ല. BJP ആയാലും CPM ആയാലും നമുക്ക് പരാതിയില്ല. പക്ഷെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അൻവറിനെ കൂട്ടുപിടിച്ചാൽ ജോയി ആണെങ്കിലും തോൽക്കും, ആര്യാട് ഷൗക്കത്താനും തോൽക്കും. കാരണം അൻവറിനെ അത്രമാത്രം വെറുത്തുപോയി ജനങ്ങള്. അയാൾ ഇന്റർനാഷണൽ തട്ടിപ്പും ഒരു സ്മഗ്ലറും ആണെന്നും തട്ടിപ്പുകാരനാണെന്നും ഏറ്റവും മോശക്കാരനാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അവന് രക്ഷപ്പെടാൻ ആകെ ഒരു മാർഗം കോൺഗ്രസ് ആണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കും. ഇത് ഒരു ആരോപണം നിയമസഭയിൽ PV അൻവർ ഉന്നയിച്ചിട്ട് 4 മാസമായിട്ടില്ല. ആർക്ക്? സതീശന് 150 കോടിയുടെ. ഈ സതീശനെ പോലുള്ള ഇത്രയും നാണം കെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ആയി പോയല്ലോ കോൺഗ്രസിന്. ഒരു കാര്യം, സതീശനോട് നമുക്ക് നന്ദിയുണ്ട്. എങ്ങനെയാണെന്നറിയോ? നല്ല നന്ദിയുണ്ട്. ഒന്ന്, ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആവരുത് എന്ന് സതീശൻ കാണിച്ചു തന്നു. 2, രമേശ് ചെന്നിത്തലയുടെ വലിപ്പം എന്താണെന്ന് കാണിച്ചു തന്നു. ഇതാണ് സതീശനെ കൊണ്ടുണ്ടായത്. സാറിന് അല്ലാതെ പറയാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കൂ. ഇവൻ എന്ത് വലിപ്പമുള്ളത് ചെന്നിത്തലയ്ക്ക്?
ഇവനേക്കാൾ ഭേദമായിരുന്നു. ഒരു 100 പാരയിലും കൊണ്ടുവന്നല്ലോ, ഒരു 100 വിഷയങ്ങൾ അവതരിപ്പിച്ചല്ലോ പുറത്തേക്ക്, ജനങ്ങളിലേക്ക്. ഇത് അതും പറ്റിയിട്ടില്ല. ഇത്രയും അധികം വിഷയം ചെന്നിത്തല അടക്കത്തിനേക്കാൾ കൂടുതൽ വിഷയം ഇപ്പൊ ഉണ്ടായില്ലേ? ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ ഇപ്പൊ ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ പോലും ചെന്നിത്തലയുടെ അത്ര പോലും എത്താൻ വേണ്ടി പറ്റിയില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ചെന്നിത്തല 104 വിഷയങ്ങളാണ് പിൻവലിപ്പിച്ച CPM കൊണ്ട് പിണറായി വിജയന്റെ ആദ്യത്തെ മന്ത്രിസഭയില്. പക്ഷെ ഈ സതീശൻ വന്നിരുന്നിട്ട് ഒരക്ഷരം പോലും ഈ നിയമസഭയിൽ നിന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതല്ലാതെ ഈ പാർട്ടി ഒരു സമരം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സാറേ? ഒരു സമരം, ഇനി ഏതെങ്കിലും ഒരു സമരം നടത്തി വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതൊന്നും അവർക്ക് അവരുടെ പാർട്ടി ആഭ്യന്തര കാര്യങ്ങൾ. ഞാൻ ആ പാർട്ടിക്കാരനായിരുന്നതുകൊണ്ട് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം. ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഗതികേടാണ്. കോൺഗ്രസിന്റെ ഗതികേടാണ് അൻവറിനെ കൂട്ടിയത്. ഒന്ന്, ഇവൻ അവരെ തല്ലുകൂടിപ്പിക്കും, വഴക്കുകൂടിപ്പിക്കും. ഇവൻ കണക്കവളത്തിന് മീൻ പിടിക്കാൻ നിൽക്കും, അവന്റെ ആ പഴയ ശൈലി എടുക്കും. ഇപ്പം ഈ പിണറായി മന്ത്രിസ്ഥാനം കൊടുക്കാത്ത കാരണം അവനോട് തല്ലുകൂടി പോന്നു. ഇവിടെയും സംഭവിക്കും അത് തന്നെ. ഇവനെ എടുക്കുന്ന കാര്യം തത്വത്തിൽ അവന്മാർ അംഗീകരിച്ചോ? ഇല്ലല്ലോ. തത്വത്തിൽ അംഗീകരിക്കല്ല, പുറത്തുനിന്ന് നിരവധിയെ പിന്തുണ കൊടുത്താൽ സ്വീകരിക്കും. അതായത് തൃണമൂൽ കോൺഗ്രസ് തള്ളി പറയാനും തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വേണ്ട, വേറെ പാർട്ടി ഉണ്ടാക്കാൻ. ഇപ്പൊ കാരണം 3 പാർട്ടി ഉണ്ടാക്കില്ലോ. ഇപ്പൊ CPM വിട്ടതിന് ശേഷം 3 പാർട്ടി ഉണ്ടാക്കില്ലോ. ഇത് 3ാമത്തെ ആണല്ലോ. അപ്പൊ ഇനി ഒരു പാർട്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല അത്. അപ്പൊ ഇവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ കയ്യും കാലും പിടിച്ച് നിൽക്കുന്നതിന്റെ കാരണം വേറെ അടുത്ത നിയമസഭയിൽ ഒരു വർഷമല്ലേ ഉള്ളൂ, ഒരു സീറ്റ് കിട്ടണം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ പറയും, ഏതറ്റം വരെ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഇത് കണ്ടപ്പോ സാറിനോടൊന്ന് പറയണം, ഒന്നും പരിചയപ്പെട്ടതല്ല. അപ്പൊ ഞാൻ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ കാര്യം, പിന്നെ ഈ വിഷയം, ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ വിഷയം കൂടി ഒന്ന് അവതരിപ്പിക്കാം. ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഒന്ന്. അമിതത്തെ ചുമതല എന്തായിരിക്കും? ഈ VD സതീശന്റെയും സുധാകരന്റെയും അടക്കമുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും ആവില്ല, അത് വട്ടപൂജ ആവില്ലേ? നാണക്കേടല്ലേ? കോൺഗ്രസിന്റെ അണികൾ അംഗീകരിക്കും അത്? ഈ KPCC പ്രസിഡന്റ് ഈ സതീശനും ജനങ്ങൾ അംഗീകരിക്കുമോ? കോൺഗ്രസ് അംഗീകരിക്കുമോ അവനെടുത്തു കഴിഞ്ഞാൽ? ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ ഈ സൈബർ വിങ്ങിൽ മൊത്തം കോൺഗ്രസ്സുകാരും തമ്മിൽ തല്ലാണ് കോൺഗ്രസ്സുകാർ തമ്മിൽ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട്. സുധാകരന്റെ ആൾക്കാര്, സതീശന്റെ ആൾക്കാർ, ഇതൊന്നും അല്ലാത്ത ആൾക്കാര്, ചെന്നിത്തലയുടെ ആൾക്കാര്, മുരളീധരന്റെ ആൾക്കാർ, ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ 5 മുഖ്യമന്ത്രിമാരെ വരാൻ പോണേ. അത് തല്ല് വേറെ വരാൻ പോണു, അതിനുള്ള തല്ല് വേറെ വരാൻ പോണു. 5 മുഖ്യമന്ത്രിമാരെ വരാൻ പോണേ. അത് സാറിന് മനസ്സിലാവുണ്ടോ? 5 പേര് കുപ്പായം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ മുഖ്യമന്ത്രിയാവുന്ന ഇവർക്കൊക്കെ ഈ പാർട്ടിയെ സംരക്ഷിക്കണമെന്ന്, കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടണം. കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അത് വേറൊരു കാര്യം. എന്തൊക്കെ പറഞ്ഞാലും ഈ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടണമെന്ന് ഒരു കാരണവശാലും കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആഗ്രഹമില്ല. അവർക്ക് അവരുടെ വ്യക്തിപരമായ കാര്യം, വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കലല്ലാതെ പാർട്ടിയെ സംരക്ഷിക്കാനോ അണികളെ സംരക്ഷിക്കാനോ ഒരൊറ്റ നേതാവ് പോലും വിരലിൽ എണ്ണാൻ ഒരെണ്ണം. ഇവർക്കൊക്കെ അവരുടെ വ്യക്തി താല്പര്യങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ സുഖങ്ങളും ഒക്കെ തന്നെയാണ് ഈ കോൺഗ്രസ്സുകാരുടെ ഈ പതനത്തിന് കാരണം. ഇപ്പൊ തന്നെ ആലോചിക്കുക സാറേ, എത്ര നാണക്കേടാണ് അവർ ചിന്തിക്കുന്നത്, എത്ര മോശമാണ്. ഈ അണികളെ മൊത്തം വെല്ലുവിളിക്കല്ലേ ഈ അൻവറിനെ പോലെ ഒരാളെ കയറ്റി കൊണ്ടുവന്നിട്ട്. ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ 3-4 മാസം മുമ്പ് വരെ കോൺഗ്രസ് തെറി പറഞ്ഞ് നടന്നിരുന്ന സതീശന് 150 കോടി രൂപ ആക്ഷേപം ഉന്നയിച്ച്, സുധാകരന്റെ മറ്റേ ജോൺസൺ മാവുകളുടെ കേസ് ഉന്നയിച്ച് എന്തൊക്കെ വിഷയം ഉണ്ടാക്കി. എന്നിട്ട് ഇവരെ താങ്ങി നടക്കുമ്പോ ഈ കോൺഗ്രസിന് ഗതികേടെന്ന് ആലോചിക്കുക സാറേ. എത്ര ഗതികേടായി പോയി കോൺഗ്രസിന്. നമ്മളത് മനസ്സിലാക്കണ്ടേ? ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. പക്ഷെ എന്താന്ന് ഞാനിപ്പോ നിങ്ങൾ സാറൊന്ന് അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ അഭിപ്രായങ്ങളും പറഞ്ഞു, തൃണമൂൽ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. പിന്നെ തൃണമൂൽ കോൺഗ്രസിൽ ആരുമല്ല അൻവർ. ഒരു ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ ഒന്നും ഇല്ലാത്തതാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടത്തെ ഈ വൃത്തികെട്ടവനെ ആ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നതിനോട് നിങ്ങളുടെ ഒരു പ്രതികരണം? ഞങ്ങൾ ദേശീയ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു സാറേ, ഇവനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവൻ അഴിമതിക്കാരനും കൊള്ളക്കാരനുമാണ്, നിരവധി കേസുകളുടെ പ്രതിയാണെന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് സംസ്ഥാന കമ്മിറ്റി കത്ത് കൊടുത്തു. അത് കൊടുത്തിട്ട് ഇപ്പൊ 2 മാസമായി. അപ്പൊ മെയിലിക്കാൻ ഇവൻ വന്നതിന് ശേഷം സംസ്ഥാന കമ്മിറ്റി കൂടുകയോ ഇവനെ കൂട്ടി എന്തെങ്കിലും ചർച്ചകൾ, പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയോ ചെയ്തോ? എത്ര തവണ സംസ്ഥാന കമ്മിറ്റി കൂടി വാർത്താ സമ്മേളനം നടത്തി. ഞാൻ വരെ സംസാരിച്ച വാർത്താ സമ്മേളനം സാറിന് എന്റെ വീഡിയോ ഉണ്ട്, ഞാൻ തരാം. ഇവനെ അതിലേതെങ്കിലും ഒരു സമ്മേളനത്തിൽ വിളിച്ചിരുന്നോ? ഒറ്റ നിർത്തി വിളിച്ചില്ല, ഒരു സ്ഥലത്തേക്ക് പോലും വിളിച്ചില്ല. അതെങ്ങനെ വിളിക്കുന്നേ? പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനമാനില്ലാത്ത ഒരാളെ എങ്ങനെ വിളിക്കാൻ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുമ്പോ? അയാൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആളല്ലെന്നേ. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ ഒന്നുമില്ല എന്ന് മാത്രമല്ല, പാർട്ടിയുടെ ബൈലോ ഇല്ലാത്ത ഒരു പദവിയാണ് ഇതിലിരിക്കുന്നത് കോർഡിനേറ്റർ. അദ്ദേഹത്തിന് ഒരു മണ്ഡലം പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടോ? ഒരു വാർഡ് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടോ? ഒരു പേപ്പർ ഒപ്പിടാൻ അധികാരമുണ്ടോ? ഒന്നുമില്ലാത്ത ഒരാൾ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മൾ കമ്മിറ്റിക്ക് വിളിക്കും. ഇവനെ ശരിക്കും കളിയാക്കിയതല്ലേ? ഇവനത് മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലേ? മനസ്സിലായിട്ട് പൊട്ടനാണ്, അതല്ല പറഞ്ഞത്, തനി പൊട്ടനാണ്. അല്ലെ മനസ്സിലാവും. ബൈലോയില്ലാത്ത ഒരു പദവി കിട്ടുമ്പോൾ അവൻ ചോദിക്കണ്ടേ? ബോധമുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിൽ നടക്കണ കാര്യമാണ് സാറേ. പദവിയിൽ പാർട്ടിയുടെ ബൈലോയിൽ ഇല്ലാത്ത ഒരു പദവിയും വെച്ച് കൊടുത്ത് 200 പഞ്ചായത്തും പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കുറെ കാശ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ തൃണമൂൽ കോൺഗ്രസ്സുകാർ ചുവന്നു കിടക്കുന്നു വിചാരിച്ചാ ഇവൻ ഇല്ലാതാവുന്നതാണ്. ഞങ്ങളെല്ലാവരും അഹോരാത്രം പ്രവർത്തിക്കും സാറേ. അവിടുത്തെ ഇത് വരട്ടെ, സംസ്ഥാന കമ്മിറ്റിക്ക് അവിടുന്ന് നിർദ്ദേശങ്ങൾ വരാനുണ്ട്. അതുപോലെ തന്നെ നിയമസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഉപതെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ നേതൃത്വം ഒരു അറിയിപ്പും കൊടുത്തിട്ടില്ല ആർക്കും ഇന്ന് വരെ. മത്സരിക്കുന്നത് പോലും പറഞ്ഞിട്ടില്ല, മത്സരിക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിനെ കുറിച്ച് ലെറ്റർ കൊടുത്തിട്ട് മറുപടി വന്നിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് എടുക്കുന്ന നിലപാടിനെ കുറിച്ച് ചോദിച്ചിട്ട് മറുപടി വന്നിട്ടില്ല.
അപ്പൊ അവരത് മൈൻഡ് ചെയ്യില്ല സത്യത്തില്. ഈ ഉപതെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസ് മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ എന്തായാലും ഇറങ്ങും, ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇറങ്ങും. ഇതാണ് അവസ്ഥ. അല്ലാണ്ട് അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ആരുമല്ല. ഒരു സ്ഥാനവും ഇല്ല. പാർട്ടിയുടെ ബൈലോ ഇല്ലാത്ത ഒരു കോർഡിനേറ്റർ പദവി കൊണ്ട് നടക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ആരാ? യഥാർത്ഥത്തിൽ അവർ സ്മഗ്ലർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ, അത്രേ ഉള്ളൂ. അയാൾ പക്ക ബിസിനസ്സുകാരനല്ല സാറേ. അയാൾ രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയ ശിഖണ്ഡി. അതിനപ്പുറം എന്താണ് അയാള്? ഒരു നിലപാടില്ലാതെ. ഇതൊക്കെ ഞാൻ പറയുന്നില്ല, കുറെ കാശുണ്ട്, ഒരു ലോകപരിചയവും ഇല്ല, ഒരു രാഷ്ട്രീയ നിലപാടും ഇല്ല, ഒരു രാഷ്ട്രീയ പരിചയവും ഇല്ല, ഒരു സംഘാടക ശക്തിയും ഇല്ല, 10 ആളെ ഒന്നുമില്ല. ടാൻസാനിയയിൽ അണ്ടി മേടിക്കാൻ പോകുന്നില്ലല്ലോ ഇപ്പം ഇവിടെ ഇറങ്ങിയേക്കുന്നത് രാഷ്ട്രീയത്തില്. അതെ അതെ അതെ, തോട്ടണ്ടി മേടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ലാഘവത്തോടെയല്ലേ ഇറങ്ങി നിൽക്കുന്നത്. സത്യമാണത്, വസ്തുതയാണ്. എന്തായാലും ഇത് കോൺഗ്രസിന്റെ പതനമാണ് സാറേ, ഒരു സംശയമില്ല. ഈ നിലയ്ക്ക് പോയാൽ ഇത്രയ്ക്ക് ഇതിന് എന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കോൺഗ്രസ് ഇത്രയ്ക്ക് അതപ്പതിച്ച് പോയി എന്നുള്ളതാണ്. ഇവനെ പോലെ എടുത്ത ചുമക്കാനായിട്ട് അത്രയും ഗതികേടാണോ കോൺഗ്രസിന് കേരളത്തില്? ഇതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഇവന്മാരോട് ചോദിക്കുന്നത്. ഇത്രയ്ക്ക് ഗതികേടുണ്ടോ കോൺഗ്രസിന്? ഇവന്മാർ രണ്ടുകൂടെ ശരിക്കിരുന്ന് കോൺഗ്രസിന്റെ നാശത്തിന് അധ്യക്ഷത വഹിക്കുകയല്ലേ ഇവിടുന്ന്? ഒരു സംശയവും വേണ്ട. അതന്നെയാണ് എത്ര നേരം പറഞ്ഞു, ഒരു സംശയവും വേണ്ട. ഇവിടെ കുറ്റപ്പെടുന്നത് പി വി അൻവറിനല്ല. പി വി അൻവർ കലക്കവളത്തിന് മീൻ പിടിക്കാൻ അവന്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ നടക്കുന്നത്. പക്ഷെ അപ്പൊ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോൺഗ്രസ്സുകാരെ ബലി കൊടുക്കുകയാണ് ഇവിടുത്തെ ഈ KPSC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവും. മനസ്സിലായില്ലേ? ഇത്രയ്ക്ക് ഗതികേടാണോ കോൺഗ്രസിന്? എന്റെ ചോദ്യം, ഇത്രയ്ക്ക് ഗതി കിട്ടോ കോൺഗ്രസ് കേരളത്തില്? ഇവനെ പോലെ ഒരാളെ ചുമക്കാനായിട്ട് ഇത്ര ഗതി കിട്ടോ? ഈ ആ സീറ്റാ പോയാൽ പോട്ടെ. സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, 1,26,000 30,000 വോട്ടുള്ള തേരക്കര നിയോജക മണ്ഡലത്തില് സ്വന്തം സ്ഥാനാർത്ഥിനെ കൊണ്ടു നിർത്തി കോൺഗ്രസ് തോൽപ്പിക്കാൻ പ്രവർത്തിച്ചിട്ട് അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായ മുൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന NK സുധീറിന് കിട്ടിയത് 4,000 താഴെ വോട്ടുകളാ. സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നിയമസഭയിലേക്ക് നോട്ടയ്ക്ക് പിന്നില്, അതായത് ഒരു നിയമസഭയിൽ 1,30,000 താഴെ വോട്ടുള്ള ഒരു നിയോജക മണ്ഡലത്തില് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട്, അതും കോൺഗ്രസിൽ നിന്ന് അടർത്തി കൊണ്ടുപോയ KPCC സെക്രട്ടറി ആയിരുന്ന NK സുധീറിനെ സ്ഥാനാർത്ഥി ആക്കിയിട്ട് പോലും, അതും SDPയുടെ പരിപൂർണ പിന്തുണ ഉണ്ടായിട്ടും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. SDPയുടെ പരിപൂർണ പിന്തുണ ഉണ്ടായിട്ട് അൻവറിന് കിട്ടിയ 4,000 വോട്ടിന് താഴെയാ. ഇവനെയൊക്കെ ചോദ്യം നടക്കേണ്ട കാര്യമുണ്ടോ ഈ കോൺഗ്രസ് പാർട്ടിക്ക്? അല്ല, ഇത്രയ്ക്കും വിവരം നമ്മുടെ കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവിനും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലല്ലേ ഇവരെ കുറിച്ചുള്ള അവമതിപ്പ് ഉണ്ടായത്? അതെ, ഒരു മണ്ഡലത്തിൽ നിലമ്പൂരിലെ ഒരു കാര്യമല്ലല്ലോ. ഈ വൃത്തികെട്ടവനെ ചുമക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ പ്രസ്ഥാനത്തെ തന്നെ വെറുത്തു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലേ? ഇവർക്ക് എന്ത് രാഷ്ട്രീയ വിവേകവും പക്വതയുമാണുള്ളത്? ഔചിത്യം എന്നുള്ള സാധനം വേണ്ട സാറേ, ഉണ്ടോ? അത് ഈ രണ്ടുപേർക്കും ഇല്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, ഈ നിയമസഭ രാഹുൽ മാങ്കൂട്ടത്തെ തോൽപ്പിക്കാൻ വേണ്ടി പാലക്കാട് പണിയെടുത്തവൻ, എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുഴപ്പമില്ല സ്ഥാനാർത്ഥിയൊക്കെ പിൻവലിച്ചു. സ്ഥാനാർത്ഥി പിൻവലിച്ചതല്ല, സ്ഥാനാർത്ഥി നിൽക്കാൻ നിന്ന നാണം കെടുന്നു മനസ്സിലായോണ്ടല്ലേ അവൻ പോയത്. അതെ, അത് തന്നെയായിരുന്നു ലക്ഷ്യം. ഇത് ചേലക്കരയിൽ സംഭവിച്ച് തോൽപ്പിക്കുന്ന പറഞ്ഞാൽ നിന്നത്, കോൺഗ്രസ് തോൽപ്പിക്കുന്നതിന് പരസ്യമായിട്ട് പറഞ്ഞ നിന്നവൻ. എന്നിട്ട് അവനെ പിടിച്ച് കൂടെ നിർത്തുമ്പോൾ ഇത്രയ്ക്ക് ഗതികേടായി പോയത്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നെഹ്റുവും നേതൃത്വം കൊടുത്ത ഒരു പാർട്ടി, അവസാനം മൻമോഹൻ സിംഗ് പോലും നേതൃത്വം കൊടുത്ത, നല്ല ലോകപരിചയമുള്ള വിവരമുള്ള ആ മൻമോഹൻ സിംഗ് പോലും നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ കേരളത്തിന്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കണേ. ഇത്രയ്ക്ക് ഗതി കിട്ടോ ഇവര്? ഇത് എങ്ങനെ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? ആര് ബോധ്യപ്പെടുത്തും? ഇതുപോലുള്ള ചെറിയ ചെറിയ ചാനലുകാർ പറയണം, അല്ലാതെ ആര് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ? വലിയ ചാനലുകാർ ആരും അവരെ കുറ്റം പറയില്ല. പിന്നെ കൈരളി പോലുള്ള ചാനലുണ്ട്, കൈരളി ജയ്ഹിന്ദൊക്കെ വേണം, അല്ലാതെ ആരും ഇവരെ പറയില്ല. കാരണം സുധാകരൻ സതീശനും പറയാം, പ്രതിപക്ഷ നേതാവാണ്, സുധാകരൻ KPSC പ്രസിഡന്റാണ്, ഒരു പരിധി വിട്ട് പറയാൻ കഴിയില്ല. ഇതൊക്കെ നാണക്കേടല്ലേ സാറേ? പച്ചക്ക് തന്നെ പറയണ്ടേ? അത്രയ്ക്ക് വലിയ നാണക്കേടല്ലേ? അല്ലെങ്കിൽ ഒരു ദേശീയ പ്രസ്ഥാനത്തിന് 29 സംസ്ഥാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുപോലെ കേരളത്തെ അധംപതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ നേതൃത്വത്തെ പോലും നാണം കെടുത്തല്ലേ അവര്? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മറ്റേ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ നാണം കെടുത്തിക്കൊണ്ടല്ലേ ഇപ്പൊ ഈ അൻവറിനെ പോലുള്ള ആൾക്കാരെ ചുമക്കണത്? അന്ന് ഇവനെ ചുമന്നിട്ട് 1000 വോട്ട് കിട്ടുന്നതിന് കുഴപ്പമില്ല സാർ, അതുമില്ലല്ലോ. ഇവന്റെ കുടുംബക്കാർ പോലും ഇവനെ വോട്ട് ചെയ്യോ സാറേ? അതാണ് കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഗതികേടാണ് സാർ, ഗതികേട്. അല്ലാതെ എന്താ പറയാ, കോൺഗ്രസിന്റെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരെ 1 വർഷം ബാക്കിയില്ല സാർ, 1 വർഷമുള്ളൂ. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ശവത്തിനെ ചുമന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എനിക്ക് പിന്നെ എന്താ പറയാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.